ഞാനും നിങ്ങളെപ്പോലെ അശ്വന്ത് ഗോക്കിന്റെ വലിയൊരു ആരാധകനാണ്. കാരണം ഞാനും നിങ്ങളെപ്പോലെ ഒരു സാഡിസ്റ്റ് ആണ്. ഒരു സിനിമ നല്ല രീതിയിൽ പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിൽ എടുക്കാൻ സാധിച്ചില്ലെങ്കിൽ ആ പടത്തെയും അതിന്റെ ഡയറക്ടറെയും അതിന്റെ ആക്ടേഴ്സിനെയൊക്കെ വലിച്ച് കീറുക എന്നുള്ളത് നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്. അത് കാണുന്ന സമയത്ത് നമുക്ക് എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ. അശ്വന്ത് ഗോക്കൊക്കെ അവരുടെ വേഷമിട്ട് ക്യാരക്ടറുടെ വേഷമൊക്കെ ഇട്ട് വന്നിട്ട് അവരെയൊക്കെ ട്രോൾ ചെയ്യുന്ന കാണുമ്പോൾ, ഈ പറയുന്ന തെറിയൊക്കെ വിളിച്ച് അവരെയൊക്കെ വിമർശിക്കുന്ന കാണുന്ന സമയത്ത് ഭയങ്കര എന്തെന്നില്ലാത്തൊരു സാറ്റിസ്ഫാക്ഷൻ അല്ലേ. ഈ അടുത്ത് മാധവ് സുരേഷിന്റെ ഇഷ്യൂ വന്നപ്പോൾ പോലും നമുക്ക് ഈ പറയുന്നൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. 1,00,000 രൂപ അശ്വന്ത് ഗോക്കിന്റെ മീഡിയേറ്റർ എന്ന് പറയുന്ന ഒരാൾ ചോദിച്ചു എന്ന് പറയുന്ന ആ ഒരു വിമർശനത്തിന് അശ്വന്ത് ഗോക്ക് രാത്രി വെള്ളം അടിച്ചിട്ടൊക്കെ വന്ന് ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഇമ്പ്രസീവായിട്ടുള്ളൊരു, നമുക്ക് എന്തെന്നില്ലാത്തൊരു കിക്ക് കിട്ടും. അതൊക്കെ കാണുമ്പോൾ ഒരുത്തനെ ഇങ്ങനെ അടിച്ചടിച്ച് താത്തി അവനെ ഇല്ലാണ്ടാക്കുന്ന കാണുമ്പോൾ നമുക്ക് ആഹാ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നും. ഇതൊക്കെ സറ്റയറായിരുന്നു. സറ്റയറാണെന്ന് പറയാൻ കാരണം ഇതൊന്നും തോന്നാത്തവർ ഇനിയും ലോകത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കാര്യത്തിലേക്ക് വരാം. ഞാനൊരു സിനിമ കാണുന്ന സമയത്ത് ഞാൻ റിവ്യൂവോ അല്ലെങ്കിൽ ടീസറോ ഒന്നും അധികം ആശ്രയിക്കാറില്ല. ഇതെന്തുകൊണ്ട് ആശ്രയിക്കാറില്ല എന്ന് പറയുമ്പോൾ, ഇതുപോലും എൻ്റെ ആസ്വാദനത്തെ ബാധിച്ചേക്കാമോ, ഇതെല്ലാം കണ്ട് ഞാൻ ഒരു ജഡ്ജ്മെൻ്റൽ മൈൻഡ് സെറ്റിൽ പോയി കഴിഞ്ഞാൽ ആ സിനിമ കറക്റ്റായിട്ടുള്ള രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ്. നമ്മുടെ ലോകത്ത് നമ്മളുടേതല്ലാത്ത കുറേ സ്വഭാവ സവിശേഷതകൾ, ഇൻട്രസ്റ്റ് ഉള്ളവർ നമ്മുടെ കൂടെ ജീവിക്കുന്നുണ്ട്. എനിക്കിഷ്ടപ്പെട്ടൊരു സിനിമ വേറൊരാൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ടൊരു ജോണർ എനിക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടറുടെ അനുഭവം എനിക്ക് നല്ലതായിട്ട് തോന്നണമില്ല. അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന ഫാൻ ഓരോരുത്തരുടെ ഫാനായി മാറുന്നതും അവരുടേതായിട്ടുള്ള ഒരു സപ്പോർട്ടിങ് സിസ്റ്റമായിട്ട് നിൽക്കുന്നതും. ഓക്കെ, അപ്പം ഈ റിവ്യൂസ് ഇതേ പറഞ്ഞ പോലെ ഒരു സ്വഭാവ സവിശേഷതകളിൽ പെടുന്ന ഒരാളായിരിക്കും. അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ് മറ്റൊന്നായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്ന റിവ്യൂ ഒന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും, അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. അല്ലാത്തവരും ഉണ്ടാകാം, കോമൺ ആയിട്ട് പറയുന്നവരുണ്ടാകാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റിൽ ഇപ്പോൾ അശ്വന്ത് ഗോക്കൊക്കെ പറയുന്ന സമയത്ത് എത്രയോ റിവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം മോശമാണെന്ന് പറഞ്ഞിട്ട് അത് തിയേറ്ററിൽ നല്ല അനുഭവം സമ്മാനിച്ചിട്ടുള്ള റിവ്യൂകൾ അല്ലേ. അദ്ദേഹം മോശമാണെന്ന് പറഞ്ഞ ഒരു പടം തിയേറ്ററിൽ നല്ല അനുഭവം സമ്മാനിച്ചിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള റിവ്യൂസിൻ്റെ കാര്യം അതുപോലെ തന്നെ. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫാക്ടറും കൂടെ നമ്മൾ കാണണം. ഇപ്പോൾ നമ്മുടെ അമ്മമാരൊക്കെ സീരിയലൊക്കെ കാണും. ആ സീരിയൽ നമുക്ക് കണ്ടാൽ ദഹിക്കാത്തത് എന്തുകൊണ്ടാണ്? അവരുടേതായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് നമുക്കില്ലാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഇൻട്രസ്റ്റ് എല്ലാം നമുക്ക് ഉള്ളത് എന്തുകൊണ്ടാണ്. അപ്പം അശ്വന്ത് ഗോക്കിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഗോക്കിന്റെ റിവ്യൂ സ്റ്റൈലാണ് യാതൊരു മയവുമില്ലാതെ കട്ട റിയലിസ്റ്റിക് ആയിട്ട് തമാശയും പരിഹാസവും കലർന്ന ഒരു ലാംഗ്വേജാണ് അശ്വന്ത് ഗോക്ക് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ സിനിമ കണ്ടിട്ട് ഇറങ്ങി വന്നിട്ട് ഒരു ശരാശരി മലയാളികൾ തമ്മിൽ സംസാരിക്കുന്ന രീതിയിലാണ് അശ്വന്ത് ഗോക്കിന്റെ റിവ്യൂ സ്റ്റൈല്. അത് കേൾക്കുമ്പോൾ നമുക്ക് തമാശയും നമുക്കതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ടൊക്കെ തോന്നാം. പക്ഷേ വെരി സെക്കൻഡ് ഡേ ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം വെരി സെക്കൻഡ് ഡേ അതൊരു നെഗറ്റീവ് സിനിമയാണെങ്കിൽ അതിനെതിരെ ഒരു റിവ്യൂ കൊടുക്കുന്നത് കാണുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ ബാധിക്കും എന്നുള്ളതും കൂടെ നമ്മൾ ആലോചിക്കണമല്ലേ. ഈ ഒരു റിവ്യൂ കൊടുക്കുന്ന സമയത്ത് അതിനെ വിമർശനാത്മകമായി തന്നെ സമീപിച്ച് അതിനെ ബാഡ് വേർഡ്സും മലങ്കൾട്ട് സിനിമ അല്ലെങ്കിൽ അതിൻ്റെ റൈറ്ററോ ഡയറക്ടറോ ഒരു ഗുണമില്ലാത്തവന്മാരാണ്, ഇതിൻ്റെ ഡയറക്ടർക്ക് ഒരു കഴിവില്ലാത്ത ഒരാളാണ്, ഇതിൻ്റെ മെയിൻ ആക്ടർ പണി നിർത്തി പോകണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്ന സമയത്ത് അതെത്രത്തോളം രീതിയിൽ ആ സിനിമ വ്യവസായത്തെ ബാധിക്കുമെന്നുള്ളത് നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമല്ലേ. പണ്ട് നമ്മൾ റിവ്യൂസൊക്കെ കണ്ടിട്ടുണ്ട്. ഒരു സിനിമ ഇറങ്ങിയതിന് ശേഷം ഉറപ്പായിട്ടും ആ സിനിമ എങ്ങനെയാണ്, എന്തൊക്കെ അഭിപ്രായങ്ങളാണ് നേടുന്നത്, അത് ഏതൊക്കെ രീതിയിലുള്ള പ്രേക്ഷകനെ തൃപ്തിപ്പെടുത്തുമെന്നുള്ള രീതിയിലുള്ള റിവ്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓരോരോ മേഖലകൾ എടുത്തിട്ട് വിമർശിക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വിമർശിക്കുന്ന സമയത്ത് ആ സിനിമ എടുക്കുന്ന ഒരാൾക്കും കൂടെയുള്ളൊരു ലേണിംഗ് ആണ്. ഓക്കെ, സിനിമ ഇന്ന മേഖലകളിൽ കുറച്ച് പരാജയം സംഭവിച്ചു, അല്ലെങ്കിൽ കുറച്ച് മിസ്റ്റേക്സ് അവിടെ വന്നിട്ടുണ്ട്, അത് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് തിരുത്താൻ സാധിക്കുമായിരുന്നു എന്നുള്ള ഒരു ലേണിംഗ് കൂടെ ഈ പറയുന്ന ഡയറക്ടർക്ക് നടക്കും. ആ സിനിമ പൂർണ്ണമായിട്ടും ഈ പറയുന്ന പോലെ ഇല്ലാണ്ടാകുന്നില്ല. ഒരു റിവ്യൂവിനെ ബേസ് ചെയ്ത് ആളുകൾ കയറാതിരുന്ന് ആ സിനിമ പൂർണ്ണമായും നശിച്ചു പോകുന്നില്ല അല്ലേ, പൊട്ടുന്നില്ല. അതാണ് കറക്റ്റായിട്ടുള്ള വേർഡ്. ഇദ്ദേഹം ഈ കഴിഞ്ഞ സിനിമയിലുള്ള നെഗറ്റീവായിട്ടുള്ള ആ ഒരു റിവ്യൂവിനെ ബേസ് ചെയ്ത് അദ്ദേഹം അതിനെയൊക്കെ കറക്റ്റ് ചെയ്തിട്ട് അടുത്ത സിനിമ ഇറക്കാനുള്ള ഒരു പണിപ്പുരയിലേക്ക് നോക്കും, എന്തൊക്കെയാണ് അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള നെഗറ്റീവ് എന്നുള്ളത്.
അല്ലാത്ത കണ്ടം സിനിമയാണെങ്കിൽ ഈ പറയുന്ന പോലെ അശ്വന്ത് കോക്കിൻ്റെ പോലത്തെ മലങ്കൾട്ട് സിനിമയാണെങ്കിൽ അതിനെ അങ്ങ് ജസ്റ്റ് അവോയ്ഡ് ചെയ്തും വിടാറുണ്ട് പണ്ടത്തെ റിവ്യൂസ്. അപ്പം ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ സിനിമയെ സമീപിച്ചിരുന്നത്. അല്ലാതെ ഒരു സിനിമയെ അതിൻ്റെ ഒരു നല്ല അനുഭവം സമ്മാനിച്ചില്ല എന്നതിൻ്റെ പേരിൽ മൊത്തത്തിലുള്ളൊരു നെഗറ്റീവ് റിവ്യൂസ് പറഞ്ഞിട്ട് ആ സിനിമയുടെ യഥാർത്ഥ പ്രേക്ഷകനെ തിയേറ്ററിൽ എത്തിക്കാതിരിക്കുക എന്നുള്ള പ്രവൃത്തിയാണ് എല്ലാ റിവ്യൂസും കൂടെ ചെയ്യുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഒരു ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് ആ ബിസിനസ്സിനെ കുറച്ച് ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലേ? ടാർഗറ്റഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ടായിരിക്കാം. ഒരു വെജിറ്റേറിയൻ ഹോട്ടലാണെങ്കിൽ വെജിറ്റേറിയൻ ഭക്ഷണം അല്ലെങ്കിൽ മസാല ദോശ അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബേസ് ഉണ്ടായിരിക്കാം. മസാല ദോശ ഇഷ്ടപ്പെടാത്ത ഒരാൾ ഈ മസാല ദോശ കൊള്ളൂല എന്ന് പറയുന്ന സമയത്ത് മസാല ദോശ ഇഷ്ടപ്പെടുന്ന ഒരാള് ആ റിവ്യൂ കേട്ടിട്ട് പോവാതിരുന്ന് അത് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് ഏത് രീതിയിലുള്ള ഒരു റിവ്യൂ ആണ് അവിടെ നടക്കുന്നതെന്നാണ് നമുക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ പലതരത്തിലുള്ള ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട്. ഇപ്പം തിരികെ ഒരു എക്കോണമി ആസ്പെക്റ്റിലോട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പണക്കാരനായിട്ടുള്ള ഒരാൾ ഒരു സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ബാങ്കിലിരിക്കുന്ന ഒരു 2-3 കോടി എടുത്ത് അദ്ദേഹം സിനിമ നിർമ്മിക്കുന്നു. ആ ബാങ്കിലിരിക്കുന്ന കാശ് അദ്ദേഹം സിനിമയിലേക്ക് ഇറക്കി. അത് ഇന്ന ടാർഗറ്റഡ് ഓഡിയൻസിനെ ബേസ് ചെയ്തിട്ടാണ് ഈ സിനിമ ഇറങ്ങാൻ പോകുന്നതെന്ന് ഉള്ള പൂർണ്ണമായിട്ടുള്ള ബോധ്യത്തോടെയോ അല്ലെങ്കിൽ ബോധ്യമില്ലാത്ത പ്രൊഡ്യൂസേഴ്സും ഉണ്ട്, അത് നമുക്കറിയാമല്ലോ. എന്തോ അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള കാശ് ഇറക്കി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. അങ്ങനെ കാശ് ഇറങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതിൻ്റെ ബേസിൽ എത്ര പേർക്കാണ് ജോലി കിട്ടുന്നത്? അതിൻ്റെ ബേസിൽ ജോലി കിട്ടിയവർ ചിലവാക്കുന്ന സമയത്ത് അതിൻ്റെ താഴെയിലുള്ള എത്ര പേർക്കാണ് അതുകൊണ്ട് ഉപകാരമാകുന്നത്? ഒരു കാശ് ഒരിടത്ത് മാത്രം ഇരിക്കുക എന്നുള്ളത് ഒരു എക്കണോമിക് ആസ്പെക്റ്റിൽ കറക്റ്റ് ആണോ അല്ലയോ? നമ്മളിതൊക്കെ ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. ആ സിനിമ ഇങ്ങനത്തെ ഒരു റിവ്യൂവിൻ്റെ ബേസിൽ അതിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിൻ്റെ മുമ്പിലെത്താതെ പരാജയപ്പെടുന്ന സമയത്ത് ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനൊരു സിനിമ എടുക്കാൻ മുമ്പോട്ട് വരുമോ അല്ലോ പുറകോട്ട് പോവോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അപ്പോൾ ഇത് വലിയൊരു ഫാക്ടറാണ്. ഈ ഫാക്ടറിനെ ഇല്ലാണ്ടാക്കുകയാണ് ഈ പറയുന്ന റിവ്യൂയിങ്ങിലൂടെ. അശ്വന്ത് കോക്കിനോടാണ് എന്തുകൊണ്ടാണ് ഒരു സിനിമ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഓൺ ദ വെരി ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ തന്നെ അതിനെ വളരെ അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള റിവ്യൂ ഇടുന്നത്? നിങ്ങൾക്ക് എന്തുകൊണ്ട് ആദ്യത്തെ ഒരു തവണ, ഞാനൊരു ഓപ്ഷനാണ്, ആദ്യത്തെ തവണ ഫസ്റ്റ് ഡേ നിങ്ങൾക്ക് അതിനെ വിമർശനാത്മകമായിട്ട് നിങ്ങൾക്ക് ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടാർഗറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിനെ മെൻഷൻ ചെയ്തുകൊണ്ട് ഇന്ന ഓഡിയൻസിന് ഈ പറയുന്ന സിനിമ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്, ഇന്ന ഓഡിയൻസിന് അല്ലെങ്കിൽ ഇന്ന പടം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട, നിങ്ങൾക്കൊരു പടം വേണമെങ്കിൽ കോട്ട് ചെയ്യാം, ഇന്ന പടം ഇഷ്ടപ്പെട്ട ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പടവും ഇഷ്ടപ്പെടാം എന്നുള്ള രീതിയിൽ. ഞാൻ ഏതായാലും ഇതിൻ്റെ ഒരു പ്രേക്ഷകനല്ല, എനിക്ക് ഈ പടം ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കണമെന്നില്ല എന്നുള്ള രീതിയിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് റിവ്യൂ പറയാൻ സാധിക്കുന്നില്ല? അതിന് പകരം ആ പടത്തെയും അതിൻ്റെ അണിയറ പ്രവർത്തകരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ, ഉക്രി എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ വളരെ മോശമായിട്ടുള്ള രീതിയിൽ അധിക്ഷേപിക്കുന്നു. FFC തുടങ്ങിയ ഒരു ഫാൻ ഫൈറ്റ് ക്ലബ്ബ് നിങ്ങൾക്കറിയായിരിക്കും. വളരെയധികം തെറികളും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ടുള്ള ട്രോളുകളാണ് അതിൽ കൂടുതലായിട്ടുള്ളത്. അത് തുടങ്ങിയ ഒരാളാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ ഇതാകുമെന്ന് നമുക്ക് ധാരണയുണ്ട്. എന്നാലും ഒരു സജഷനാണ്. കാരണം ആദ്യമേ പറഞ്ഞതുപോലെ എക്കണോമിക്ക് ഉണ്ടാവുന്ന വലിയൊരു രീതിയിലുള്ള നെഗറ്റീവ് ആയിരിക്കും ഇങ്ങനെയുള്ള സിനിമകൾ ആദ്യത്തെ 2ാമത്തെ ദിവസം പരാജയപ്പെടുന്നത്. ഈ 140 കോടിയുള്ള ഈ രാജ്യത്ത് അതിൻ്റെ ഒരു പോർഷൻ ഓഫ് കോടിയുള്ള ഈ പറയുന്ന മലയാളികളിൽ കുറച്ചു പേർക്കെങ്കിലും ഇങ്ങനെയുള്ള ജോണറിലുള്ള പടങ്ങൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ സാധ്യതയെ ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ ആ പ്രൊഡ്യൂസർ നെക്സ്റ്റ് ഫിലിമിനെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡൗട്ട്ഫുൾ ആയിട്ട് കാണേണ്ട കാര്യമാണ്. അത് നമ്മളെ എക്കണോമിയെ ഭയങ്കര സാരമായിട്ട് ബാധിക്കും. നിങ്ങൾക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പറയുന്ന രീതിയിൽ അവരെയൊക്കെ ഭയങ്കരമായിട്ട് ട്രോളി കഴിഞ്ഞ്, കാരണം അതൊക്കെ കുറുക്കി കൊള്ളുന്ന രീതിയിൽ അശ്വന്ത് കോക്കിൻ്റെ അതുപോലത്തെ റിവ്യൂ ഞാനും ആസ്വദിക്കാറുണ്ട്. അങ്ങനത്തെ കുറുക്കി കൊള്ളുന്ന രീതിയിലുള്ള റിവ്യൂസ് പറയുമ്പോൾ അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ കണ്ട് ഓക്കെ ഈ സിനിമയൊക്കെ ഇങ്ങനെയാണെന്നുള്ള രീതിയിലുള്ള ചർച്ചകളും വരുന്ന സമയത്ത് അതിൻ്റെ അണിയറ പ്രവർത്തനം കൂടെ മനസ്സിലാക്കും. ജസ്റ്റ് ഒരാഴ്ച വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കാം പ്രശ്നം? ഡൗട്ടാണ്. എനിക്ക് പേഴ്സണലി അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂ ഞാൻ സിനിമ കണ്ടിട്ട് വന്നിട്ടാണ് കാണാറുള്ളത്. സിനിമ കണ്ടിട്ട് വന്ന് കാണുമ്പോൾ ഓക്കെ ചിലത് ഓക്കെ അതുപോലെ തന്നെ എനിക്ക് തോന്നിയതുപോലെ തന്നെ തോന്നാറുണ്ട്. ചിലപ്പം പുള്ളി റിവ്യൂവിനോട് എനിക്ക് പൊരുത്തപ്പെടാൻ സാധിക്കാറില്ല. അത് ക്യാരക്ടർ ബേസ്ഡ് ആണ്. നമുക്കൊന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നില്ലേ? ഈ മാധവ് സുരേഷൊക്കെ 1 ലക്ഷം രൂപ വാങ്ങിയെന്ന് പറഞ്ഞ് അത് അത്രത്തോളം അശ്വന്ത് കോക്കിന് വേദന ഉണ്ടാക്കിയെന്ന് പറയുന്ന സമയത്ത് ഏതാണ്ട് കൈൻഡ് ഓഫ് അതേ വേദനകൾ തന്നെയല്ലേ ബാക്കിയുള്ള അണിയറ പ്രവർത്തകർക്ക് ഈ ഒരു സിനിമ വല്ലാത്ത രീതിയിൽ വധിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാവുന്നത്? ചിന്തിക്കേണ്ട വിഷയമാണെന്ന് തോന്നുന്നു. അപ്പം ബൈ.